രക്ഷപ്പെട്ട സംഭവങ്ങൾ ഇതിനു മുൻപും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം രാവിലെ തുടങ്ങിയെന്ന് വേണമോ മനസ്സിലാക്കാൻ? അതിന് പിന്നാലെയാണോ ഇങ്ങനെ ഈ സംഘത്തെ കസ്റ്റഡിയിലെടുക്കാൻ, അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ കഴിഞ്ഞത്? തീർച്ചയായും. അതായത് നേരത്തെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെ ഒരു കാറിൽ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിൽ ഈ മോഷണം നടത്തി പണവുമായി കടന്നു കളയുന്നു. അതിനുശേഷം ഒരു കണ്ടെയ്നർ ലോറിയിലേക്ക് ഈ കാർ ഉൾപ്പെടെ മാറ്റുന്നു. അങ്ങനെ കാർ ഉൾപ്പെടെ മാറ്റിയ ശേഷം പിന്നീട് ആ കണ്ടെയ്നർ ലോറിയിൽ ഈ കവർച്ചാ സംഘം രക്ഷപ്പെടുന്നു. ഇതെല്ലാം തന്നെ നേരത്തെയും സംഭവിച്ചിട്ടുള്ളതാണെന്നാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നീലഗിരി ജില്ലയിലും അതിനോടൊപ്പം തന്നെ കോയമ്പത്തൂർ കൂടാതെ സേലം, നാമക്കൽ ഏരിയകളിലെല്ലാം തന്നെ കൃത്യമായി പരിശോധനകൾ നടത്തണമെന്ന് ഒരു നിർദ്ദേശം കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി പരിശോധനകൾ നടത്തിയിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ നാമക്കല്ലിനടുത്ത് വെച്ച് ഈ ലോറി മറ്റൊരു വാഹനവുമായി ഇടിക്കുന്നതും പോലീസ് പിന്നീട് തടയാൻ ശ്രമിച്ചപ്പോൾ അവർ നിർത്താതെ പോവുകയും ചെയ്തു. അതേ തുടർന്ന് കൂടുതൽ പോലീസ് തമിഴ്നാട് സംഘം അവിടേക്ക് എത്തുകയും ഇവരുമായി ഒരു ഏറ്റുമുട്ടൽ തന്നെ നടക്കുകയും ചെയ്തു. അങ്ങനെ നടന്ന ഏറ്റുമുട്ടലിലാണ് ഒരാൾ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 7 പേരടങ്ങുന്ന സംഘമാണ് നിലവിൽ പിടിയിലായിരിക്കുന്നതെന്നാണ് തമിഴ്നാട് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാം. പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ തോക്കുണ്ട്. സാധാരണ ഒരു വാഹനാപകടം അതിനുശേഷം ചില കസ്റ്റഡി എടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ഒന്നുമല്ലോ. ആ ദൃശ്യങ്ങൾ കൂടി വിശദമായി പരിശോധിക്കുമ്പോൾ എന്തെല്ലാം കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ആ ഏറ്റുമുട്ടൽ നടന്നതിന് തൊട്ടു പിന്നാലെയുള്ള ദൃശ്യങ്ങളാണ് എന്ന് തോന്നുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ പിസ്റ്റൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബലം പ്രയോഗിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. വലിയ സുരക്ഷയിൽ ആ വാഹനം അവിടെ നിന്ന് നീക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും. അതായത് വലിയ ഒരു സംഘർഷം ഈ സ്ഥലത്ത് ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. കൂടാതെ ഈ ലോറിയിൽ നിന്ന് ആയുധങ്ങളും കണ്ടെത്തിയതിനെ തുടർന്ന് ഇവർക്ക് കൃത്യമായി നേരത്തെ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവ ഏതെങ്കിലും തരത്തിലുള്ള ചെറുത്തുനിൽപ്പ് ആവശ്യമാണെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ചെറുത്തു നിൽക്കാൻ തക്ക ഒരു സജ്ജമായി തന്നെയാണ് ഈ സംഘം എത്തിയിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അതുകൊണ്ട് തന്നെ ആ രീതിക്കുള്ള ഒരു ഏറ്റുമുട്ടൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്നും സാധാരണ ഒരു ഇത്തരം ഉത്തരേന്ത്യൻ സംഘങ്ങൾ, കവർച്ചാ സംഘങ്ങൾ അവരുമായി അവരെ കീഴടക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഏറ്റുമുട്ടൽ നടന്നതും ഒരാൾ കൊല്ലപ്പെട്ടതും അതുപോലെ തന്നെ ഈ സംഘവും തിരികെ പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. അയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം. എന്തായാലും ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. വലിയ പ്രൊഫഷണൽ സംഘമാണ് രാവിലെ തന്നെ കമ്മീഷണർ അംഗോ സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നല്ലോ. പ്രൊഫഷണൽ സംഘങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടങ്ങി. രാവിലെ ഈ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞത് 4 പേരായിരുന്നില്ലേ? മുഖംമൂടി ധരിച്ച 4 പേർ. സാധാരണ പ്രാദേശിക സംഘങ്ങളൊക്കെ ആണെങ്കിൽ ക്യാമറ തകർക്കലും മറ്റുമൊക്കെ പതിവായി കാണുന്നതാണ്. പക്ഷേ ഇത് പ്രൊഫഷണൽ സംഘമാണ്. അവർക്ക് ATM കവർച്ചയിൽ മുൻപരിചയമുള്ള ആളുകളാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലായിരുന്നല്ലോ അവരുടെ പെരുമാറ്റമെല്ലാം. രാവിലെ ദൃശ്യങ്ങളിൽ 4 പേർ എന്നതായിരുന്നില്ലേ പ്രാഥമികമായി വന്ന വിവരം? പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ വലിയ സംഘബലം ഇവർക്കുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. 7 പേരിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്. 6 പേർ വാഹനത്തിലുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ പലയിടത്തും വിപുലമായ മോഷണം ഇതുമായി കണക്ട് ചെയ്യപ്പെട്ട് ഇനി തെളിയാനുള്ള സാധ്യതയുമില്ലേ ലിഷോയ്? തീർച്ചയായും കൂടുതൽ ATM മോഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ തെളിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കമ്മീഷണർ തന്നെ പറയുന്ന കാര്യങ്ങളനുസരിച്ചാണെങ്കിൽ മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിൽ ഇതേ സംഘം തന്നെ മോഷണം നേരത്തെ നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തും അതായത് നീലഗിരി ജില്ലയിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള രീതിക്കുള്ള മുൻകരുതലുകളെല്ലാം തന്നെ അവരെ കണ്ടെത്തി, അതായത് ഈ മോഷണത്തിന് ശേഷം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി രക്ഷപ്പെടാനുള്ള മുൻകരുതലെല്ലാം തന്നെ എടുത്ത ശേഷമാണ് ഇവർ ഈ മോഷണത്തിന് മുന്നിട്ടിറങ്ങിയത്. എന്തായാലും അത് തന്നെയാണ് അവർ ചെയ്തതും. അതായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രതീഷ്, ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് SBIയുടെ ATMകളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. കൃത്യമായി SBIയുടെ ATMകളിൽ നിന്ന് ATM മെഷീൻ തകർക്കുകയാണെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് ഇത് ഈ സുരക്ഷാ അലാം അടിക്കും, അതുപോലെ തന്നെ എത്ര മിനിറ്റ് കൊണ്ട് ഒരു ATM കൗണ്ടറിലേക്ക് പോലീസിന് എത്താൻ കഴിയുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് ഇവർ കവർച്ചയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കവർച്ച നടന്ന 3 ATMകളിലും അടുത്ത ദിവസങ്ങളിലാണ്, അതായത് ഇന്നലെയും മിനിഞ്ഞാന്നുമായാണ് ഈ പണം ട്രേകളിൽ നിറച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ATMകളിലെല്ലാം തന്നെ പണമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി നിരീക്ഷണത്തിലൂടെ അവർ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അങ്ങനെ മനസ്സിലാക്കി, കൂടാതെ ഒരു അലാം അടിച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര സമയം കൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവിടെ എത്താൻ സാധിക്കുമെന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ച ശേഷമാണ് ഇവർ ഈ മോഷണം നടത്തിയിരിക്കുന്നത്. ഏകദേശം 10 മിനിറ്റിനുള്ളിൽ, അതായത് 8 മിനിറ്റോളം മാത്രം സമയമെടുത്താണ് ഒരു ATM മെഷീൻ തകർത്ത് പണവുമായി അവർ അവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുള്ളത്. അവിടേക്ക് ഈ സുരക്ഷാ അലാം അടിച്ച് അവിടെ നിന്നുള്ള നോട്ടിഫിക്കേഷനൊക്കെ പോയി ബാങ്ക് ഉദ്യോഗസ്ഥരും പോലീസും അവിടേക്ക് എത്തുന്ന ഒരു സമയം എത്ര വേഗത്തിലെത്തുകയാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 10 മിനിറ്റെങ്കിലും സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ ആ ATM കൗണ്ടറിൻ്റെ പരിസരത്ത് നിന്ന് പോലും രക്ഷപ്പെടുക എന്ന കൃത്യമായ ആസൂത്രണം ഇവിടെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങൾ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പ് വേണ്ടി വന്നാൽ ആ ചെറുത്തുനിൽപ്പിന് ആവശ്യമായ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവരുടെ പക്കലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പ് പക്ഷേ കേരളത്തിൽ വേണ്ടി വന്നിരുന്നില്ല, പക്ഷേ തമിഴ്നാട്ടിൽ അത് വേണ്ടി വന്നു. ആ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പ് അത്യാവശ്യമായി വന്ന ഘട്ടത്തിൽ അവർ തിരികെ പോലീസിനെ ആക്രമിക്കുകയും ചെയ്തു, പോലീസിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് പോലീസ് തിരികെ ഈ പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടി അവരുടെ പക്കലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് തിരികെ ഒരു ഏറ്റുമുട്ടൽ നടത്തുന്നതും ആ ഏറ്റുമുട്ടലിലാണ് ഒരാൾ കൊല്ലപ്പെടുന്നത്, ഒരു പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ട്. പോലീസിന്റെ കാര്യക്ഷമത കൂടി എടുത്തു പറയണമല്ലോ. കാരണം രാവിലെ സംസാരിക്കുമ്പോൾ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറയുന്നുണ്ടായിരുന്നു പ്രൊഫഷണൽ സംഘമാണ്. ആ കാര്യമാണ് നമ്മൾ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞതും. അതിന് പിന്നാലെ ഇവർ രക്ഷപ്പെടുന്ന രീതിയെക്കുറിച്ചൊക്കെ അവർക്കൊരു ധാരണയുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയാനാകില്ല എന്ന് കമ്മീഷണർ പറയുമ്പോഴും പോലീസിന്റെ പക്കൽ വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, സമീപത്ത് കോയമ്പത്തൂർ അടക്കമുള്ള ജില്ലകളിൽ, പാലക്കാട്, കോയമ്പത്തൂർ, കൃഷ്ണഗിരി ജില്ലകളിൽ അലേർട്ട് നൽകിയിട്ടുണ്ട് എന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഈ റൂട്ടിലേക്കാണ് പോയത് എന്നൊരു പ്രാഥമിക ധാരണ പോലീസിനുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇങ്ങനൊരു അലർട്ട് നൽകിയതും ഇവരെ വേഗത്തിൽ പിടികൂടാൻ സഹായകരമായില്ലേ? പിൻബലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി അത് കൃത്യമായി പോലീസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഇത്തരത്തിൽ ഈ പോലീസിന് ആ രീതിക്കുള്ള ഒരു മുൻകരുതൽ എടുക്കാനായി കഴിഞ്ഞതെന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് പ്രധാനമായും പറയുന്നത്, ഈ മോഷണം നടത്തിയ ATMകളുടെ ഒരു പ്രത്യേകത, ഒന്ന് തൃശ്ശൂർ റൂറൽ ജില്ലയിലാണ്. അവിടെ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മാറി കുറച്ച് ഏകദേശം ഒരു 25 കിലോമീറ്ററോളം മാറിയാണ് അടുത്ത ATM കവർച്ച നടക്കുന്നത്. അതായത് റൂറൽ ജില്ലയിൽ ഒരു മോഷണം നടക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തുമ്പോഴേക്കും ഇവർ ഈ മോഷണ സംഘം സിറ്റി ലിമിറ്റിലേക്ക് എത്തി. സിറ്റി ലിമിറ്റിൽ ഒരു ആ മോഷണം നടന്ന് അവിടേക്ക് പോലീസ് എത്തുന്നതിന് മുൻപേ തന്നെ അടുത്ത ഇടത്തേക്ക് എത്തുകയും, അതായത് മൂന്നാമത്തെ ഇടമായ കണ്ടെയ്നറിനുള്ളിൽ നിന്നുള്ള പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.